ഈ ഒരു ഭാഗത്ത് ശക്തമായിട്ട് മണ്ണൊക്കെ ഇടിഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. ഇത് ശക്തമായിട്ടുള്ള തിരമാല വന്ന് കയറിയതാണ്. ഈവനിങ് ആയപ്പോഴത്തേന് സഞ്ചാരികൾ വന്നു തുടങ്ങി. ഒരുപാട് പേര്, നേരത്തെ ഇത്രയും പേരൊന്നും ഇല്ലായിരുന്നു. ഇപ്പം വൈകിട്ടായപ്പോഴത്തേന് ആൾക്കാർ വന്നു തുടങ്ങി, ഒരുപാട് പേര് വന്നു. നല്ല മനോഹരമായ ഒരു ബീച്ചാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അടിപൊളി ഒരു വൈബാണ്. എന്തായാലും നല്ല രസമുണ്ട് ഇത് കാണാൻ തന്നെ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ട്രാവലേഴ്സ് വ്ലോഗിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊല്ലത്താണ്, കൊല്ലം ബീച്ചിലാണ്. നമുക്കിവിടെ നിന്ന് കാണാൻ പറ്റും ബീച്ച്. അങ്ങനെ നമ്മൾ ബീച്ചിലെത്തി. താരതമ്യേന ആൾക്കാർ കുറവാണ്. ഈവനിങ് ആകുന്നതോടുകൂടി ആൾക്കാർ വന്നു തുടങ്ങുമെന്നാണ് വിചാരിക്കുന്നത്. കുട്ടികൾക്ക് വേണ്ട കളിപ്പാട്ടങ്ങളൊക്കെ ഇവിടെ ഒരുക്കുന്നത് കാണാം. ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, നീന്തരുത്, കടൽക്ഷോഭം കൂടിയിരിക്കുന്നതുകൊണ്ടാണ്. കാരണം ശക്തമായിട്ടുള്ള തിരമാലയാണ്. നമ്മൾ നേരത്തെ കണ്ടില്ലായിരുന്നു, മണ്ണൊക്കെ ഒരുപാട് ഇടിഞ്ഞത്. അതുകൊണ്ടാണ് അവരിങ്ങനെ ഒരു മുന്നറിയിപ്പ് ബോർഡ് ഇവിടെ വെച്ചത്. എന്തായാലും നല്ല മനോഹരമായ ഒരു ബീച്ചാണ് ഇത്. നമുക്ക് കാണാൻ പറ്റും ഇവിടെ നല്ല പോലെ മണ്ണൊക്കെ ഇടിഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. കാരണം ഇവിടം വരെ, ഈ കാണുന്നത് വരെ വെള്ളം വന്ന് കയറിയിട്ടുണ്ട്. പിന്നീട് വലിഞ്ഞു പോയതാണ് ഇതെല്ലാം. ഈ ബീച്ചിൽ നമുക്ക് ഒരുപാട് കടകളൊക്കെ കാണാൻ പറ്റും. ഇവിടെ തെരുവ് കച്ചവടമൊക്കെ ഒരുപാടുണ്ട്. മാത്രമല്ല ഇവിടെ കുതിര സവാരിയും അങ്ങനെയുള്ള എൻ്റർടൈൻമെൻറ്റൊക്കെ ഉണ്ട്. അതുകൊണ്ട് കുട്ടികളെ കൊണ്ടൊക്കെ വരുവാണെങ്കിൽ നല്ല ഒരു എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു ബീച്ചാണ് ഈ കൊല്ലം ബീച്ച്. ഇപ്പോൾ ഈവനിങ് ആയതോടുകൂടി ധാരാളം സഞ്ചാരികൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇടയ്ക്ക് ലൈഫ് ഗാർഡ് വന്ന് ഒരു മുന്നറിയിപ്പ് തരുന്നുണ്ട്. കാരണം നമ്മളവിടെ നിൽക്കാതെ കുറച്ചുകൂടെ പുറകോട്ട് നിൽക്കാൻ വേണ്ടി അവരൊരു മുന്നറിയിപ്പ് തന്നു. കാരണം ശക്തമായിട്ടുള്ള തിരയാണ് ഇപ്പോൾ. ഇവിടെ വന്ന് കണ്ടതിൽ എനിക്ക് തോന്നിയത് വൈകിട്ട് വരുന്നതാണ് ഏറ്റവും നല്ലത്. ഈവനിങ് വരുമ്പോഴാണ് കടകളെല്ലാം നല്ല ആക്റ്റീവും ആൾക്കാരും ഏറ്റവും കൂടുതൽ വരുന്നതും ഈവനിങ് ആണ്. അതുകൊണ്ട് ഈ കൊല്ലം ബീച്ചിൽ വരുന്നവർ വൈകിട്ട് വരുന്നതാണ് ഏറ്റവും നല്ലത്.
അങ്ങനെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാറുള്ള സമയമായി ഇരിക്കുന്നു. അങ്ങനെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനിയും ഇതേപോലുള്ള നല്ല നല്ല വീഡിയോ ആയിട്ട് വരുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.